ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവാണ് കേട്ടോ. ഒരു 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നേരെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകണമാണ്. പെട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ചെറിയ പെട്ടികളാണ് കേട്ടോ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. വലിയ പെട്ടികളൊന്നും കൊണ്ടുപോകുന്നില്ല, കാരണം അത്ര സാധനങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൂ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴായിരിക്കും കുറേയധികം സാധനങ്ങൾ ഉണ്ടാവുക കേട്ടോ. സോ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഐറുവിനെ റെഡി ആക്കുകയാണ് കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പിയാണ് നാട്ടിൽ പോകുന്ന കാര്യം ആലോചിച്ചിട്ട്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം നാട്ടിലൊരുപാട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവൾക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അർജു എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട്. നമ്മളിതാ പിന്നെ ലഗേജൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം ഇറങ്ങുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലഗേജും കാര്യങ്ങളൊക്കെ കാറിലേക്ക് കയറ്റി വെച്ചു. നമ്മൾ ഈ പ്രാവശ്യം ചെറിയ ലഗേജസാണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിരുന്നു ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഇനി ഫുഡ് കഴിക്കാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വസന്തഭവനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. DIPയിലുള്ള വസന്തഭവനിലാണ് വന്നത്. ഇവിടെ വന്നാൽ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് മിനി ടിഫിൻ. എനിക്ക് മിനി ടിഫിൻ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ഇതിലെല്ലാ ഐറ്റംസും ഉണ്ട്, അപ്പോൾ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാം. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. എനിക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. എന്നാലും എനിക്ക് ഒരുപാട് അളവിൽ വേണ്ട, അതായത് ക്വാണ്ടിറ്റി എനിക്ക് കൂടുതൽ വേണ്ട. പക്ഷേ എനിക്ക് കുറേ സാധനങ്ങൾ കാണണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പം കറൻ്റ്ലി പൊങ്കലിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് പൊങ്കൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഇവിടുത്തെ മസാല ദോശയും അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും പതുക്കെ കഴിച്ചാൽ മതിയല്ലോ, കാരണം നമുക്ക് ഒരുപാട് ടൈമുണ്ട്. നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് പതുക്കെയാണ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഫിൽറ്റർ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫിൽറ്റർ കോഫി പറയാറുണ്ട്. ഇവിടുത്തെ നല്ല കേട്ടോ, എനിക്ക് ഒരുവിധം എല്ലാ തമിഴ് റെസ്റ്റോറൻറ്റിലും ഫിൽറ്റർ കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റാണ് ഫിൽറ്റർ കോഫി. അത് മാത്രമല്ല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ചെറിയ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഫിൽറ്റർ കോഫി അടിപൊളിയാണ്. പിന്നെ നമ്മൾ എക്സ്ചേഞ്ചിൽ വന്നു കേട്ടോ. കുറച്ച് ക്യാഷ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതായത് കറൻസി ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. എക്സ്ചേഞ്ചിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. എക്സ്ചേഞ്ച് ചെയ്തു. പൈസ നമ്മൾ കയ്യിൽ കുറച്ച് ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു തരംസ്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ചിൽ വന്നതാണ്. നോർമലി ഞങ്ങളിങ്ങനെ അക്കൗണ്ട് ട്രാൻസ്ഫറാണ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പം നമ്മളെ ക്യാഷിൽ നമ്മളെ കയ്യിൽ കുറച്ച് ക്യാഷ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി എക്സ്ചേഞ്ച് കഴിഞ്ഞു. അർജു എന്തോ ജ്യൂസ് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുക. ഞങ്ങൾ ക്യാരിങ് ഫോറിലാണ് കേട്ടോ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം അർജു ഐറുവിന് എന്തോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റ് 1 hour ഡിലേ ആണ്. അപ്പം ഓൾമോസ്റ്റ് 1:55 ഫ്ലൈറ്റ്. സമയം 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പോയാൽ മതി. പിന്നെ അർജു ആയിരുന്നു കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അവൾക്ക് ജ്യൂസ് വേണം എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചിട്ട് കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് വന്നു. പക്ഷെ അതൊന്നും എയർപോർട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഇതിങ്ങനെ കുടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഞാനിങ്ങനെ വിചാരിക്കാം, നമ്മുടെ നാട്ടിലൊക്കെ എയർപോർട്ട് ഇത്ര ഓപ്പൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാൻ പണ്ടൊക്കെ പൈസ കൊടുത്ത് പോയിട്ടുണ്ട് കേട്ടോ എയർപോർട്ടിനുള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 4th സ്റ്റാൻഡേർഡിലൊക്കെയാണ് അങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ ഫ്ലൈറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലഗേജസൊക്കെ എടുത്ത് വെച്ചു. ഭയങ്കര റഷായി പോയിട്ടോ, കാരണം നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ടൈമിൽ ചെറിയൊരു വ്യത്യാസം വന്നു പോയിട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചെക്കിനും എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് മെട്രോ കയറിയിട്ട് വേണം കേട്ടോ ഈ ടെർമിനലിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെട്രോയിലൊക്കെ കയറി സീറ്റ് കിട്ടി. ഭാഗ്യത്തിന് കുറച്ച് ദൂരമേ ഉള്ളൂ, എന്നാലും നമുക്ക് മെട്രോ കയറി സീറ്റിലിരിക്കുമ്പോൾ ഒരു സമാധാനം. അതിനുശേഷം നമ്മൾ മർഹബ ലോഞ്ചിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ കുറച്ച് വീക്ക് ആയതുകൊണ്ട് അമ്മേൻ്റെ ഫോണിൽ അത് ലോഡ് ആവുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മർഹബ ലോഞ്ചിൽ കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ അത്ര ടൈമൊന്നും ഉണ്ടായിരുന്നില്ല വെയിറ്റിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിരിക്കാം എന്ന് വിചാരിച്ചു. ഒരു 1/2 hour ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ട് നമ്മൾ വന്നേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമുക്ക് 2nd row സീറ്റായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തടുത്തും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം തോന്നി. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ചോദിക്കാറ് അടുത്തടുത്ത സീറ്റ് തരും ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് ചോദിക്കാറാണ് കേട്ടോ പതിവ്.
അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അതിനൊന്നും ആവശ്യം വന്നില്ല, നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ചങ്കിടുപ്പാണ്, എന്താ അറിയില്ല. അപ്പം ആക്സിഡൻറ്റ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മീൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൽസ് എന്ന് പറഞ്ഞാൽ ഐറുനും എനിക്ക് അമ്മയ്ക്കും കഴിക്കാനുള്ള ഫുഡ്, കാരണം ഉച്ചയ്ക്കാണല്ലോ നമ്മൾ കയറുന്നത്. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഐറുന് ഈ കാണുന്ന ഒരു ബോക്സാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതാണ് കിഡ്സ് മീൽ കേട്ടോ. അപ്പോൾ ഇതിൽ ബർഗർ ഉണ്ടാവും, പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു കിറ്റാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടി. ഈ ജ്യൂസായിരുന്നു, ഈ ജ്യൂസ് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അവൾ കുടിച്ചതേ ഇല്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബർഗറാണ് ഉണ്ടായിരുന്നത്. ഈ ബർഗർ എടുക്കാൻ വേണ്ടി അമ്മ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അത് ബോക്സൊക്കെ പൊട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ബർഗറും ആയിരം അത്ര കഴിച്ചില്ല, ബണ്ണ് മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ളിലത്തെ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും അമ്മയ്ക്കും ഇതേപോലെ നോൺ വെജ് മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓക്കെ ആയിരുന്നു കേട്ടോ, ടേസ്റ്റി ആയിരുന്നു നോൺ വെജ് മീൽസ്. അങ്ങനെ ആയുർവേദ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ജ്യൂസ് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾ തന്നെ പറഞ്ഞു അയ്യോ ടേസ്റ്റേ ഇല്ല കുടിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഇങ്ങനൊരു സ്പൂൺ, ഫോർക്ക്, നൈഫ് എല്ലാത്തിൻ്റെ കൂടെ ഉണ്ടാവും. എന്നാലും ഞാൻ വെറുതെ കാണിച്ചു തന്നേ. പിന്നെ ഒരു ബ്രൗണി ഉണ്ടായിരുന്നു, പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ബെന്നിൻ്റെ കൂടെ കുത്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു എൻ്റെ ഈ ഒരു മീലിലുണ്ടായിരുന്നത്. സെയിം ഐറ്റം തന്നെയായിരുന്നു അമ്മയ്ക്കും ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മീൽസൊക്കെ തുറന്നു, നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ കറി എസ്പെഷ്യലി ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ എന്തോ ഒരു രാജ്മ ചാവൽ എന്നാണ് അമ്മ പറഞ്ഞത്, അതായിരുന്നു ഉണ്ടായിരുന്നത്. അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിക്കൻ കറി വാസ് എക്സലൻറ്റ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു സ്പെഷ്യൽ ചിക്കൻ കറി, എന്താണെന്നറിയില്ല, നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ചിക്കൻ കറി അങ്ങനെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയിരം അതിൻ്റെ ബണ്ണ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ഐറ്റം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. രാജ്മ ചാവൽ എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ, എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ചിക്കൻ കറി നമുക്ക് വെറുതെ തന്നെ കഴിക്കാം, ഭയങ്കര ടേസ്റ്റായിരുന്നു. അത്യാവശ്യം ചിക്കൻ പീസോട് കൂടിയിട്ടായിരുന്നു കറി വന്നത്. പിന്നെ ഒരു ബ്രൗണി, അതും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ്. ഞാൻ അമ്മേൻ്റെയും കഴിച്ചു, എൻ്റെതും കഴിച്ചു. അമ്മ അങ്ങനെ കഴിക്കില്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ പറയും ഫ്ലൈറ്റിലത്തെ ഫുഡ് കൊള്ളില്ല, അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് പേഴ്സണലി ഫ്ലൈറ്റിലത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ തന്നാലും ഞാൻ കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് അത് കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഇഷ്ടമാണ്. ഈ ബ്രെഡും അതേപോലെ അറിയില്ല. അതിനുശേഷം നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ട് ഫ്ലൈറ്റിനൊരു ഷേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആൾക്കാർ മുഖമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, ചെറിയൊരു ഷേക്ക് വന്നാൽ തന്നെ എല്ലാവരും നോക്കും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ഇറങ്ങിയപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ പ്രോസസ്സൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിക്ക് ചെയ്യാൻ വീട്ടിൽ നിന്ന് കാറ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. മഴ കാണാൻ പറ്റി ഇപ്രാവശ്യം വന്നപ്പോൾ, അതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം. സാധാരണ ഞങ്ങളെ വരുമ്പോൾ എപ്പോഴും മഴ കാണാൻ പറ്റാറില്ല, മുന്നോട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് മഴയായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. പിന്നെ ഇപ്പോൾ NH വന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല അവിടെ റോഡിലിറങ്ങിയപ്പോഴത്തേക്കും. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നാട്ടിലത്തെ വ്ളോഗ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.